Hello friends, welcome to my YouTube channel Haru and Tanu. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് കൊത്തു പൊറോട്ടയാണ്. ഈ ഒരു റെസിപ്പി നമുക്ക് വളരെ എളുപ്പം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിനായിട്ട് ഒരു കടായി നമുക്ക് ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. എല്ലാം ഞാൻ പൊടിയായിട്ടാണ് മുറിച്ചെടുത്തേക്കുന്നത്. ഇടയ്ക്ക് നമ്മൾ പൊറോട്ടയൊക്കെ പുറത്തുനിന്ന് വാങ്ങുന്ന സമയത്ത് കുറച്ച് ഒന്നോ രണ്ടോ ഒക്കെ കൂടുതലായിട്ട് വരും. ആ ഒരു ടൈമിൽ നമുക്ക് ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ മൂത്തിട്ട് വളരെ നല്ലൊരു മണം വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് സവോള പൊടിയായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. സവോള കൂടി ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നല്ലവണ്ണം സോട്ട് ചെയ്ത് നമുക്കെടുക്കാം. സവോള ബ്രൗൺ ഒന്നും ആവേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് നിറം മാറിയാൽ മാത്രം മതി. സവോള ഇവിടെ ചെറുതായിട്ട് നിറം മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ എന്നിവയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പൊടികളൊക്കെ ചേർത്ത സമയത്ത് ഞാൻ ഫ്ലെയിം സിമ്മിലാണ് വച്ചിരുന്നത്. പൊടികളുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം ഇതുപോലെ നടുക്ക് ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ച് ചേർക്കാം. നമ്മൾ സാധാരണ മുട്ട ചിക്കുന്നത് പോലെ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ട് ഈ മുട്ട നമുക്കൊന്ന് ചിക്കിയെടുക്കാം. മുട്ട ചിക്കാനായിട്ട് കുറച്ച് ഓയിൽ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ട ചിക്കിയതിന് ശേഷം സവോളയുടെ ഒപ്പം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. അതാണ് ടൊമാറ്റോ സോസ്. 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് നമുക്കിതിലേക്ക് ചേർക്കാം. തക്കാളിക്ക് പകരം അടുത്ത പ്രാവശ്യം നിങ്ങൾ കൊത്തു പൊറോട്ട ഉണ്ടാക്കുമ്പോൾ ടൊമാറ്റോ സോസ് ഒഴിച്ച് നോക്കൂ, വളരെ ടേസ്റ്റിയാണ്. ചെറിയ സ്ക്വയർ പീസായിട്ട് മുറിച്ച് വച്ചിരിക്കുന്ന പൊറോട്ട നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പൊറോട്ടയാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയം ഫ്ലെയിം ഹൈയിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അവസാനമായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. ഞാനിവിടെ ഒരു വാഴയില എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ കൊത്തു പൊറോട്ട മാറ്റാൻ പോകുന്നത്. നല്ല ചൂടോടുകൂടി നമുക്ക് കൊത്തു പൊറോട്ട സെർവ് ചെയ്യാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ എളുപ്പം നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു ഈസി റെസിപ്പിയാണ് നമ്മളിവിടെ കണ്ടത്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻസിൽ പറയുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ് ഹരു ആൻഡ് താനു. ബൈ.